മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു വിഷമത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഫാബ്രിക്കുകൾ ഇപ്പം എല്ലാ ട്രെൻഡിങ്ങായിട്ട് ഇറങ്ങുന്ന എല്ലാ മെറ്റീരിയൽസും ഭയങ്കര തിളക്കമുള്ള ഭയങ്കര മിനുസമുള്ള തുണിയാണല്ലോ. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പം തെന്നി തെന്നി മാറി പോവുകയാണ്. നമ്മൾ നെക്കൊക്കെ അടിക്കുമ്പോൾ അത്രയും പ്രശ്നമില്ല, പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് സൈഡൊക്കെ കൂട്ടിയടിക്കുമല്ലോ, ആ സമയത്ത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. രണ്ട് പീസുകളും മിനുസമുള്ളത് തമ്മിലാണല്ലോ ചേർന്ന് വരുന്നത്. ലൈനിങ് ആണെങ്കിൽ കുഴപ്പമില്ല, പീസുകൾ തമ്മിൽ ചേർന്ന് വരുമ്പോൾ തെന്നി മാറി സ്റ്റിച്ചിങ് കയറി ഇറങ്ങിയൊക്കെ ചുളിവ് വീണൊക്കെ വരുവാണ്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എടുത്തൊരു ടേപ്പ് ഉണ്ടല്ലോ, ഫാബ്രിക് ഫ്യൂസിങ് ടേപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഷോപ്പുകളിലൊക്കെ മേടിക്കാൻ കിട്ടും. ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. 100 സംതിങ് അങ്ങനെ റേറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നേരത്തെ ഒരു ടേപ്പാണത്. നമ്മൾ ഹീറ്റ് കൊടുത്ത് അയൺ ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഫാബ്രിക്കുകൾ തമ്മിൽ അത് ഫ്യൂസ് ആയിക്കോളും, അതായത് ഒട്ടിപ്പിടിച്ച് ഇരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സ്ലീവ് എവിടെയാണോ സ്റ്റിച്ചിങ് വരുന്നത്, അല്ലെങ്കിൽ മെറ്റീരിയൽസ് തമ്മിൽ നമ്മൾ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് ഇത് തെന്നി മാറി പോകുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ചേർന്ന് അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ വെച്ചടിക്കാമെന്ന് വെച്ചാൽ പോലും അത് തെന്നി മാറുകയാണ്. മിനുസമുള്ള തുണി ആയതുകൊണ്ട് രണ്ടും മിനുസമുള്ളത് വരുമ്പം ഒരു പീസ് തെന്നി മാറി ചുളിവ് വീഴാണ്. അപ്പോൾ കുറേ പ്രാവശ്യം ഞങ്ങൾ തയ്ച്ച് അഴിച്ചു നോക്കിയപ്പോഴാണ് ഇങ്ങനെ ടേപ്പ് ഇരിക്കുന്ന കാര്യം ഓർത്തത്. ഇത് നമ്മൾ കീറിയതൊക്കെ അടിക്കാനാണ് കൂടുതലും ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ അത് നമുക്ക് വളരെ യൂസ്ഫുള്ളായി. അപ്പോൾ നിങ്ങൾക്കും ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുത്താണ്. അപ്പോൾ കണ്ടോ, സ്ലീവിൻ്റെ ഭാഗത്ത് ഞാൻ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് നല്ല ഹീറ്റ് കൊടുത്ത് അയൺ ചെയ്തെടുത്തുകൊണ്ട് ഫാബ്രിക് ഒട്ടിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഷേപ്പിൻ്റെ ആ ഭാഗം വരെ, സ്ലിറ്റിൻ്റെ പോർഷൻ വരെ നമുക്ക് ഒരുമിച്ച് ജോയിൻ ചെയ്തടിക്കണമല്ലോ. ആ സമയത്ത് രണ്ട് സ്ലിറ്റുകളും തമ്മിൽ നമ്മൾ അടയാളം കൊടുത്തിരിക്കുന്ന പോർഷൻസ് വരെ ഭയങ്കരമായിട്ട് കയറ്റിറക്കം വരുമായിരുന്നു. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പം യാതൊരുവിധ പ്രശ്നമില്ല. അപ്പം ആ ബോഡി പാർട്ടിലാണ് നമ്മളിപ്പോൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അടുത്ത ബോഡി പാർട്ട് എടുത്ത് വെച്ച് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അയൺ ബോക്സ് എടുത്ത് വെച്ച് ഹീറ്റ് ചെയ്യുക. അപ്പം നന്നായിട്ട് ചൂട് കൊടുത്ത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് തമ്മിൽ ഉരുകി ഒട്ടിപ്പിടിക്കും കേട്ടോ. അതൊന്ന് ഉരുകി ചേർന്ന് വരികയാണ് ചെയ്യുന്നത്. അപ്പം ആ പീസുകൾ തമ്മിൽ ജോയിൻ ആയിട്ട് ഒട്ടിച്ചേർന്നിരിക്കും. പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതിൻ്റെ പേര് ഫാബ്രിക് ഫ്യൂസിങ് ടേപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫാബ്രിക്കുകളൊക്കെ കുത്തി കീറി പോവുകയാണെങ്കിലും വേറെ സെയിം കളർ ഫാബ്രിക് വെച്ചിട്ട് ഇത് നമുക്ക് ഒട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ കുറേ നാളോളം നമുക്ക് കീറിയ ഫാബ്രിക് നമുക്ക് കീറാത്ത രീതിയിൽ, നമ്മൾ അറിയത്തില്ല, ആ രീതിയിലാക്കി നമുക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് പലതും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതുപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും ഈ ടേപ്പിനെ പറ്റി അറിയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.